ഒക്കെ നഷ്ടത്തിലാണ് പറഞ്ഞാണ്ട് സിക്കാരടിച്ച് അടക്ക ലോടുത്തു കൂടി എന്നെ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നിൽക്കണ്ട. ഇന്റെ കുറെ ചെങ്ങന്മാർ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു, ഇന്റെ മാലിന്യനു ഇതേമാരത്തെ പെരക്കാരായിരുന്നു അങ്ങനത്തെ രാഷ്ട്രീയ പ്രവർത്തകർ. ഇന്നിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ എന്റെ പെര വല്ല ബംഗ്ലാവല്ലേ. എന്നിട്ട് ഇജ്ജ് എനിക്ക് മഞ്ഞക്കാർഡ് എന്ന് പറഞ്ഞ് കയ്യും കാര്യം ഞാൻ പിടിച്ചണം എന്നാ പറഞ്ഞത് ഇല്ലേ? ഇപ്പത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർഡ് കയ്യും കാര്യം പിടിച്ചണം. ഇനി മഞ്ഞക്കാർഡ് ഈ ചോന്ത കാർഡ് വെള്ളക്കാർഡ് ഉണ്ടാക്കാണ്ടല്ലോ ഈ മനുഷ്യന്മാരെ പൗരന്മാരെ വേർതിരിക്കുക. എന്തായാലും ഞങ്ങൾക്ക് വാങ്ങുന്ന നികുതി ഉണ്ടല്ലോ, നികുതി അതിന് ഞങ്ങൾ വെള്ളക്കാർഡും ചോപ്പാറിനും മറ്റൊന്നും കുറവൊന്നുമില്ലല്ലോ. പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? ഒരു വീട്ടില് 10 തല ഉണ്ടെങ്കിൽ 10 തലക്കിലോ ആഴ്ചയിൽ ഞാൻ ആരും കൊടുത്തിന്, ആഴ്ചയില്. കാരണം ആഴ്ച തിന്നണം നിങ്ങൾ എന്താ പറയണത്? GST വാങ്ങണീനും ടാക്സ് വാങ്ങണീനും ഒക്കെ പാടെ ഗവൺമെന്റ് കാർഡും പിന്നെ തലവും തിരിച്ചണം. എങ്ങനെ പാടെ നടക്കോ? ഇല്ല. ഈ തരം തിരിച്ചതാണുള്ള ചെങ്ങ എന്റെ പെര വല്ലോരു ബംഗ്ലാവ്. എന്നിട്ട് എനിക്ക് മഞ്ഞക്കാർഡ് ഈ സാധാരണ കിട്ടുന്ന ആനുകൂല്യങ്ങളെ എല്ലാം നിങ്ങൾ ഭാര്യ കോരും തിന്നുക. ഞങ്ങൾ ഈ പാവപ്പെട്ട പൊട്ടിപ്പൊളിഞ്ഞ ആൾക്ക് 1200 സ്ക്വയർ ഫീറ്റ് ഉണ്ട് പറഞ്ഞാണ്ട്